കഷണ്ടിക്ക് പരിഹാരം. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. സ്ത്രീകളെക്കാൾ പുരുഷന്മാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കഷണ്ടി. ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാർക്കിടയിൽ പോലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത്. പണ്ടൊക്കെ പുരുഷന്മാരുടെ കഷണ്ടി പ്രായമാകുന്നതിന്റെ ലക്ഷണമായിരുന്നു. എന്നാൽ മാറിവരുന്ന ജീവിത സാഹചര്യങ്ങൾ കാരണം കഷണ്ടിക്കാർ കൂടി വരുന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് 25-35 പ്രായമുള്ള ചെറുപ്പക്കാരിൽ പോലും കഷണ്ടി കണ്ടുവരുന്നു. കഷണ്ടി മാത്രമല്ല, മുടി കൊഴിയലും മുടി നരയ്ക്കലും ഇപ്പോൾ സർവ്വസാധാരണമാണ്. ജോലി ഭാരം മൂലമുള്ള പിരിമുറുക്കങ്ങളും വേണ്ട രീതിയിൽ മുടി സംരക്ഷിക്കാത്തതും കഷണ്ടിക്കും നരയ്ക്കും കാരണമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം ഒഴിവാക്കാവുന്നതേയുള്ളൂ. കഷണ്ടി വന്നു കഴിഞ്ഞു പരിഹാരം തേടുന്നതിനേക്കാൾ കഷണ്ടി വരാതെ നോക്കുന്നതാണ് കൂടുതൽ നല്ലത്. കഷണ്ടി തടയാൻ, വരാതിരിക്കാൻ പല വഴികളുണ്ട്. ഇവ കൃത്യമായി പാലിക്കുന്നത് ഒരു പരിധിവരെ കഷണ്ടി തടഞ്ഞു നിർത്താൻ സഹായിക്കും. പുരുഷ കഷണ്ടി വരാതെ തടയാൻ സഹായിക്കുന്ന ചില പ്രത്യേക വഴികളെ കുറിച്ചറിയൂ. ചില ബേസിക് ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രോട്ടീൻ. മുടിയുടെ വളർച്ചയ്ക്ക്, മുടി പൊഴിയാതിരിക്കാൻ പല പോഷകങ്ങളും അത്യാവശ്യമാണ്. ഇതിലൊന്നാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കുക. ഇത് കഷണ്ടി വരാതെ തടയാൻ ഏറെ പ്രധാനമാണ്. മത്സ്യം, മാംസം, മുട്ട, പയർ വർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഇതിനു സഹായിക്കുന്നു. ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും. എണ്ണ തേച്ചു കുളി. എണ്ണ തേച്ചു കുളി വളരെ പ്രധാനമാണ്. ചെറു ചൂടുള്ള വെളിച്ചെണ്ണയോ ഇതുപോലുള്ള എണ്ണകൾ എന്തെങ്കിലുമോ തലയിൽ പുരട്ടി മസാജ് ചെയ്തു കുളിക്കുന്നത് കഷണ്ടി വരാതിരിക്കാൻ മാത്രമല്ല മുടി വളരാൻ കൂടി നല്ലതാണ്. മുടി പരീക്ഷണത്തിൽ. പുരുഷന്മാരും മുടി പരീക്ഷണത്തിൽ പുറകിലല്ല. നീട്ടുക, ചുരുട്ടുക തുടങ്ങിയ പരീക്ഷണങ്ങൾ നടത്താത്തതാണ് മുടിയുടെ സ്വാഭാവിക ആരോഗ്യത്തിന് നല്ലത്. എളുപ്പം പൊട്ടിപ്പോകുന്ന മുടിയാണ് നിങ്ങളുടേതെങ്കിൽ ഒരിക്കലും കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കരുത്. ഇതുകൂടാതെ മുടിക്ക് നിറം കൊടുക്കുന്നതും ജെല്ല് ഉപയോഗിക്കുന്നതും നല്ലതല്ല. ഇവയിൽ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് മുടിയുടെ സ്വാഭാവിക വളർച്ച തന്നെ മുരടിച്ചു പോകും. കഴിവതും ഇത്തരം പരീക്ഷണങ്ങൾക്ക് മുതിരാതെ ഇരിക്കുക. നമ്മുടെ മുടി വളരെ മൃദുലമാണ്. അതുകൊണ്ട് മുടി കൈകാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധ വേണം. സാധാരണ കുളി കഴിഞ്ഞ് വെള്ളം കളയാനായി നാം മുടി അമർത്തി തോർത്താറുണ്ട്. അത് മുടിക്ക് നല്ലതല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ പുതുതായി വളർന്നു വരുന്ന മുടി മുരടിച്ചു പോകും. മൃദുവായ ടവൽ ഉപയോഗിച്ച് വെള്ളം കളയുന്നതാണ് നല്ലത്. അമർത്തി തോർത്തുന്നത് മുടി നഷ്ടപ്പെടാനുള്ള പ്രധാന ഒരു കാരണമാണ്. മുടിയിലെ വിയർപ്പ്, ചെളി തുടങ്ങിയവ മുടി കൊഴിയാനും കഷണ്ടി വരാനുമുള്ള ഒരു കാരണമാണ്. മുടി വൃത്തിയായി സൂക്ഷിക്കുക. വിയർപ്പും ചെളിയും ഒന്നും വരാതെ സൂക്ഷിക്കുക. ഇതിന് ഷാംപൂ പോലുള്ള വഴികൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക. കെമിക്കലുകൾ അടങ്ങിയ ഷാംപൂ കഴിവതും ഉപയോഗിക്കാതെ ഇരിക്കുക. സ്ട്രെസ് മുടിയുടെ ആരോഗ്യം കളയുന്ന ഒന്നാണ്. അസുഖങ്ങൾക്കൊപ്പം മുടി കൊഴിച്ചിലും കഷണ്ടിയുമെല്ലാം ഫലമാകും. ഇന്നത്തെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം കൂടിയാണിത്. നനഞ്ഞ മുടി ഉണക്കാൻ ഹെയർ ഡ്രയർ ഉപയോഗിക്കാതിരിക്കുക. ഇത് മുടി കളയുന്ന ഒന്നാണ്. ഇത് ഉള്ള മുടി കൊഴിഞ്ഞു പോകുന്നതിനും മുടിയുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിനുമാണ് കാരണമാകുക. മാത്രമല്ല, പല വിധത്തിൽ ഇത് മുടിക്ക് ദോഷകരമായി മാറുന്നു. സവോള. കഷണ്ടിയിൽ മുടി വളരാൻ സഹായിക്കുന്ന ചുരുക്കം ചില വീട്ടുവൈദ്യങ്ങളുമുണ്ട്. ചില പ്രത്യേക അടുക്കള കൂട്ടുകളുമുണ്ട്. ഇതിലൊന്നാണ് സവോള. പൊട്ടാസ്യം, അയോഡിൻ, ഫോസ്ഫറസ്, ബയോട്ടിൻ, സൾഫർ തുടങ്ങിയ പല ഘടകങ്ങളും ഇതിലുണ്ട്. ഇതിലെ സൾഫർ, ബയോട്ടിൻ ഘടകങ്ങളാണ് പ്രധാനമായും ഇതിനു സഹായിക്കുന്നത്. സവോളയിൽ നിയാസിൻ എന്നൊരു പ്രത്യേക ഘടകവുമുണ്ട്. ഇത് മുടിയുടെ രോമകൂപങ്ങളിൽ നിന്നും മുടി വളരാൻ ഇടവരുത്തുന്നു. ഗ്ലൈക്കോസൈഡ് എന്നൊരു ഘടകവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ സപ്ലൈയും കൂട്ടുന്നു. സവോള ചില പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്നത് മുടി വളർച്ചയ്ക്ക് മാത്രമല്ല കഷണ്ടിക്കുള്ള പ്രതിവിധി കൂടിയാണ്. സവോള നീരും വെളിച്ചെണ്ണയും. സവോള നീര് തലയിൽ ആഴ്ചയിൽ 4 ദിവസമെങ്കിലും തേച്ചു പിടിപ്പിക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകുക. സവോള നീരും വെളിച്ചെണ്ണയും കലർന്ന മിശ്രിതവും മുടി വളരാൻ ഏറെ നല്ലതാണ്. വെളിച്ചെണ്ണ മുടി വളർച്ചയ്ക്ക് പൊതുവെ സഹായകമാണ്. ഇതിലെ ആരോഗ്യകരമായ കൊഴുപ്പുകളാണ് ഇതിന് സഹായിക്കുന്നത്. ഇതിലെ ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ കേടായ കോശങ്ങളെ റിപ്പയർ ചെയ്ത് പുതിയ കോശങ്ങളും ഇതുവഴി പുതിയ മുടിയും നൽകുന്നു. മുടിക്ക് ഈർപ്പം നൽകാനും തലയോട്ടിയിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനുമെല്ലാം ഇത് ഏറെ നല്ലതാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയെടുത്ത് ചെറുതായി ചൂടാക്കി ഇതിൽ സവാള നീര് ചേർത്തിളക്കി ശിരോചർമ്മത്തിൽ പുരട്ടി മസാജ് ചെയ്യാം. ഇത് ആഴ്ചയിൽ 2-3 തവണയെങ്കിലും അല്പകാലം അടുപ്പിച്ചു ചെയ്യാവുന്നതേ ഉള്ളൂ. ഗുണമുണ്ടാകും.